2 വർഷം മുമ്പാണ് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സീഡിറ്റിനെയും കൾട്രോണിനെയും സമീപിച്ച വനംവകുപ്പ് പിന്നീട് ടെൻഡർ നടപടികളിലേക്ക് കടന്നു. കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് ഇതിനായി വനംവകുപ്പ് ടെൻഡർ ക്ഷണിക്കുന്നത്. 3 കമ്പനികൾ താൽപര്യം അറിയിച്ചു. എന്നാൽ നിരതദ്രവ്യം കെട്ടിവെക്കാത്തതിനാൽ 2 കമ്പനികളെ ഒഴിവാക്കി ആലുവയിലെ ആസ്പ്രോസ് ടെക്നോളജീസിന് കരാർ നൽകുകയായിരുന്നു. 40 ലക്ഷം രൂപ ചിലവ് വരുന്ന പദ്ധതിക്ക് വരുമാനത്തിന്റെ 10.5% കമ്പനി ആവശ്യപ്പെട്ടത്. BOT അടിസ്ഥാനത്തിൽ 5 വർഷത്തേക്കാണ് കരാർ. പ്രതിവർഷം 7 ലക്ഷം സഞ്ചാരികൾ എത്തുന്ന തേക്കടിയിൽ കരാറിലൂടെ കമ്പനിക്ക് ലഭിക്കുന്നത് മുടക്കുമുതലിന്റെ 10 മടങ്ങും. ടെൻഡറിൽ നിന്നും ഒഴിവാക്കപ്പെട്ട എറണാകുളത്ത് നിന്നുള്ള മാക്സ് കമ്പ്യൂട്ടേഴ്സും സിറ്റി ഇലക്ട്രോണിക്സും വെറും കമ്പ്യൂട്ടർ വ്യാപാര സ്ഥാപനങ്ങളാണെന്ന് മാത്രമല്ല, ടെൻഡറിനെ കുറിച്ച് ഇവർ അറിഞ്ഞിട്ട് പോലുമില്ല. പത്തിലേറെ കിയോസ്കുകളും ഓട്ടോമാറ്റിക് പ്രവേശന കവാടങ്ങളും സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ കരാർ സ്വന്തമാക്കിയ ആസ്പ്രോസ് ടെക്നോളജീസ് ഉടമയും ടെൻഡറിൽ പങ്കെടുത്ത മറ്റ് 2 കമ്പനികളുടെ ഉടമകളും നാട്ടുകാരും പരസ്പരം ബന്ധമുള്ളവരുമാണ്. ഇതിൽ നിന്ന് തന്നെ ആസ്പ്രോസിന് ടെൻഡർ ലഭിക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന സംശയം ബലപ്പെടുന്നു. ക്യാമറാമാൻ ജോബിൻ ജോസഫിനും അനീഷ് തോട്ടക്കാടിനുമൊപ്പം ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.